ഇത് സുലൈമാൻ. നാട്ടുകാർ മൊത്തം വിളിക്കുന്നത് പ്രാക്ക് സുലൈമാൻ എന്നാ. ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ രക്ഷയില്ല. പാവ ആന്ത്രോസാണ് ഇയാളുടെ മുഖ്യ ശത്രു. ഇത് ആന്ത്രോസ്, 41 വയസ്സ്. അത്യാവശ്യം കാശുകാരനൊക്കെയാണ്, എങ്കിലും വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു ദുഃഖമുണ്ട്. ശത്രുവായ സുലൈമാന്റെ പ്രാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പരിപാടി കൊറേ കാലം നിങ്ങൾ കള്ളപ്പാല തുടങ്ങിയിട്ട് ഇവിടെ എല്ലാ മതക്കാരും ജീവിക്കുന്നുണ്ട്. ഇവിടെ പണ്ട് തുടങ്ങിയതാണ് അടി. ഇനിയെങ്കിലും അടിപൊളി കൂടെയുണ്ടല്ലോ എന്റെ വീതം നിങ്ങൾ മനസ്സിലാക്കും. ഈ മാഷ നിങ്ങൾ അറിയൂ. അങ്ങോട്ട് മാറി 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 പോയിക്കോന്ന്. ഇത് കോമളൻ, ആന്ത്രോസിന്റെ കടയിലെ ഒരു തയ്യൽക്കാരൻ. സ്ത്രൈന ഭാവം ഉണ്ടെങ്കിലും ആൾ ഉടായിപ്പാണോ എന്നൊരു സംശയം. നിങ്ങൾക്ക് രണ്ടാക്കും പഴയ പോലെ സ്പീഡ് പോരാ തയ്ക്കലിന്. ശരിയല്ലേ കോമള? ഇത് പാലക്കാടൻ സുഖു, ആന്ത്രോസിന്റെ വിശ്വസ്ത പണിക്കാരൻ. നിങ്ങൾ എന്ത് വർത്താനം ആന്ത്രോസേട്ടാ പറയുന്നേ? നിങ്ങളെടുത്ത് നമ്മൾ തൊയപ്പാനോ? നിങ്ങൾ തരുന്ന പണിയല്ലേ നമ്മുടെ ചോറ് അല്ലേ സുഖോ? അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പിന്നെ കല്യാണം കാതൂത്ത് എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ ഇടയ്ക്ക് മൂന്ന് എങ്ങോട്ടാ? ഇവിടുന്ന് കിട്ടുന്ന കൂലി പോരാന്നും പറഞ്ഞ് പ്രാക്ക് സുലൈമാന്റെ കടയിൽ പോയതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താ ശരിയല്ലേ? സുലൈമാൻ എനിക്കെതിര് കളിക്കുന്നവനാ. ഇനി രണ്ടുപേരും അവിടെ പോയി നടന്നാ നിങ്ങൾക്ക് വേറെ ആളെ ഞാൻ നോക്കും, പറഞ്ഞേക്കാം. അത് നമുക്കൊരു അബദ്ധം പറ്റിയാണ്. ഇനി നിങ്ങളെ വിട്ട് നമ്മ എവിടെയും പോവില്ല. അതന്നെ ആന്ത്രോസേട്ടാ, ഇനിയെങ്കിലും ആന്ത്രോസേട്ട കുറച്ച് ചില്ലറ കൂട്ടി തന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി സന്തോഷാവില്ലേ? നിങ്ങൾ പഴയ പോലെ പണിയൊക്കെ സ്പീഡിലാക്ക്, കൂലിയൊക്കെ നമുക്ക് കൂട്ടാം. ഈ വരുന്നതാണ് നമ്മുടെ കഥയിലെ നായിക. പേര് ജൂലി. നല്ല സുന്ദരിയാണ്. ഈ വണ്ടി ഓടിച്ച് എവിടേക്കാണ് പോക്ക്? എൻ്റെ ഗീവർഗീസ് പുണ്യാളാ, ഇവക്കടെ വലയിൽ വീഴാണ്ട് ചില വായു നോക്കിയാളാ അവിടുന്ന് രക്ഷിച്ചോണേ. ഇതാണ് മനോജ്. സ്കൂളിൽ പോകാൻ ഒത്തിരി മടിയുണ്ട്. അച്ഛൻ പീതാംബരേട്ടനെ ചായക്കടയിൽ സഹായിക്കുന്നു. മൂർച്ച കൂട്ടിയിട്ടുണ്ടല്ലോ. നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നേ? നിനക്ക് അവിടെ ജോലിയൊന്നുമില്ലേ? ഓ, തുണി താഴെ പോയി. ചേച്ചിയെ കണ്ടിട്ടാ. ചേച്ചി പള്ളിന്റെ മുമ്പിൽ ഇനി നീ ഇവിടെ കണ്ട പോയിക്കോ. പോയി 3 ചായ എടുത്തിട്ട് വാ. ചെല്ലടാ, പോയി 3 ചായ എടുത്തിട്ട് വാ. എടാ, എനിക്കൊരു പാൽവെള്ളം. എവിടെടാ പാൽവെള്ളം? എടാ, നീ എവിടെ വെക്കടോ? എന്തൊരു സാധനം. സത്യത്തെ അവൾ ആരാ? ഏത്
എന്ത് അതാ അതാ നാടകക്കാരി പെണ്ണല്ലേ, ഇവിടെ അടുത്ത് താമസത്തിന് വന്നാണ്. ആ, അതെങ്ങനെ നിനക്കറിയാം? വായനോട്ടത്തിന് പോയി എല്ലാം അറിയാൻ പറ്റില്ലേ? പാച്ചു പൂവല്ലായിട്ട് കാലത്ത് തന്നെ ഇറങ്ങിയല്ലോ. ആ അവനാ, അവന് വേറെന്താണ് പണി? എന്താടാ ഒരു ചായ അധികം ഉണ്ടല്ലോ? അതാ ചേച്ചിക്ക് വേണ്ടിട്ടാ. അഥവാ ചേച്ചി ഇങ്ങോട്ട് വന്നാലോ? കൊള്ളാലടാ ചക്ക, നീ മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതുക്ക് മുന്നേ തുടങ്ങിയ നോക്ക് ചക്കന്റെ സ്വഭാവം. നിനക്ക് മനോജ് എന്നല്ല വല്ല കാമദേവൻ അങ്ങ് ഇട്ടാ മതിയായിരുന്നു. ഡാ, പതുക്കെ ആ പെണ്ണിങ്ങെത്തി. ഇവിടിയാ ഇത് ലോലം പാച്ചു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പെൺകുട്ടികളെ വളയ്ക്കാൻ രാവിലെ അങ്ങോട്ട് പൂവൊക്കെ ആയിട്ട് ഇറങ്ങും. എന്തായിരുന്നു? എൻ്റെ പേര് ജൂലി. ഞാനിവിടെ പുതുതായി താമസിക്കാൻ വന്നതാ. ആണോ? ആന്ത്രോസ് ജൂലി, നല്ല ചേർച്ചയുള്ള പേര്. ഏ? എന്താ പറഞ്ഞേ? എന്റെ പേര് ആന്ത്രോസ് ആണെന്ന് പറഞ്ഞാണേ. ഹായ്, ഞാൻ മനോജ്. ഹായ്. ചേട്ടൻ ബ്ലൗസ് തയ്ക്കോ? അതിനെന്താ, തയ്ക്കാലോ. കുട്ടി ധൈര്യമായിട്ട് കൊടുത്തോളൂ, ചേട്ടനടിച്ചോളൂ. ഇവിടെ ലേഡീസ് ടൈലർ ഷോപ്പായിട്ട് ഒന്നുമില്ല. പിന്നുള്ളിൽ തെണ്ടി പ്രാക്ക് സുലൈമാന്റെ കടയോ. ഏതായാലും ജൂലിക്ക് ഉണ്ടെന്ന ചായ അല്ലേ, ജൂലി ചായ കുടി. നിക്ക് 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 നിക്ക്, ഇത് ഞാൻ കൊടുത്തോളാം, നീ അവിടെ ഇരിക്കും. ജൂലി ചായ കുടിക്ക്. അയ്യോ, ഞാൻ ചായ കുടിക്കില്ല. അയ്യോ, ആന്ത്രോസിന്റെ ശശിയായി. ആടെ നല്ല വെള്ളക്കിളിയൊക്കെ വന്നിക്ക്. ഇവിടെ കരിമുട്ടി പോലത്തെ പാത്തു ആവിരുന്ന്. എന്തൊരു മുട്ടെ. ഞമ്മളിപ്പോ ഇതെന്താ ഒരു പണ്ടാരാടിങ്ങനെ പോക്കായി ചെറിയ ഇതെന്താ ബെൻസങ്ങാനാ? എടാ പ്രാക്കേ, എണക്കുള്ള പണി ഞാൻ വെച്ചിക്കുന്നു. വരുന്നുണ്ടല്ലോ. ആ നാടാകാരി പെണ്ണിന് കാരിപ്പോകാൻ കണ്ട ഒരു കട. ഇത് സരസൻ. പേര് പോലെ തന്നെ ആളൊരു സരസനാണ്. എവിടെ നീതിയുണ്ട് അവിടെ സരസനുണ്ട്. ഇക്കാന്റെ പ്രാക്കൊന്നും ആന്ത്രോസേട്ടൻ വയ്ക്കില്ല. മൂപ്പർക്ക് വെച്ചടി വെച്ചടി കേറ്റാ. ഞമ്മളെ പ്രാക്കിന്റെ ശക്തി തന്നെയാ ഗന്ധി കയറ്റം. ഓ മുമ്പ് 2 തവണ കെട്ടാൻ നോക്കുമ്പോ അല്ലേ അറിഞ്ഞത് ഓലൊക്കെ 2-3 പെറ്റാന്ന്. ഇനിയോ ജന്മത്തില് പെണ്ണും പെടക്കോയായിട്ട് ജീവിക്കരുത്. ഓന്റെ സ്വത്തിനിട്ട് അവകാശങ്ങളുണ്ടായിരുന്നു. അത് നമ്മളെ ഭാഷയാ. നടന്ന തന്നെ ഞാൻ നടക്കാണ്ട്. ശശിയേ, ഇത് ശശി, ഏറ്റവും കൂടുതൽ സുലൈമാനോട് കൂറുള്ള വ്യക്തി. സുലൈമാന്റെ ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞേക്കണ്,
ഇക്കാന്റെ കടയിൽ പണിയെടുത്തിട്ട് കൂറ ആന്ത്രോസിനോട് കാണിക്കരുതെന്ന്. ഇമ്പക്കാരോടും കൂറൊന്നുമില്ല ചേട്ടാ. ആന്ത്രോസേട്ടൻ എന്ത് കാണിച്ചിട്ടാ ഇക്ക എങ്ങനെ പെരുമാറുന്നത്? ഈ ഇക്കാന്റെ മുടിഞ്ഞ പ്രാക്കൊന്ന് നിർത്തിയാ മതിയേനെ. മടുത്ത്. ഇനി മിണ്ടാണ്ട് നമുക്ക് ഓന്റെ ഒരു ആന്ത്രോസേട്ടൻ. ഓ, ആ നാടകക്കാരി പണിന് ഓന് മണക്കാൻ കിട്ടൂല. മണക്കാനോളെന്താണ് പിയേഴ്സോ? എന്ത്? എന്തായാലും ഇക്കാന്റെ കൂടെ ഈ ശശിയുണ്ട്. ആന്ത്രോസ് നന്നാൻ പോകുന്നില്ല, അവൻ നശിക്കേ ഉള്ളൂ. നോക്കിക്കോ. ആ, നമുക്ക് കാണാം. അതിപ്പോ അളവ് ബ്ലൗസ് ഇല്ലാതെ ഇപ്പൊ എങ്ങനെയാ? എടുക്കാൻ വിട്ടുപോയി. ആ, ചേട്ടാ അളവെടുത്തോളൂ. ഇവനിപ്പോ എന്താ ഇവിടെ കാര്യം? അമ്മ അന്തിക്കാതെ അളവെടുക്കാം ആന്ത്രോസ് ചേട്ടാ. ആന്ത്രോസേ വല്ല സഹായം വേണേ പറയണട്ടോ. ഇതാ ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊന്നുമാ ഗ്ലാസ് എടുത്തിട്ട് പോ. ഞാൻ പോവൂല, എനിക്ക് അളവെടുക്കുന്നു പഠിക്കണം. നീ കൊറേ നാളായി എന്റെ പേര് വിളിച്ചു കളിക്കുന്നു. എന്താണ് ആന്ത്രോസേട്ടൻ അല്ലേ? ആന്ത്രോസേട്ടൻ അല്ലേ? നിങ്ങൾ എന്ത് കളി ആന്ത്രോസ് ചേട്ടാ കളിക്കുന്നേ? ആ ചെക്കനെ വിട്ട് അളവിങ് എടുത്ത് ജൂലി ഇങ്ങോട്ട് കേറിക്കോളൂ. തിരിഞ്ഞു നിന്നോളൂ. സുഖോ ഒരു 16. ഒരു 5. ഒരു 4.5. സുഖോ ഇനി ഒന്ന് ഇങ്ങോട്ട് തിരിയോ? കൈ ഒന്ന് ഉയർത്തിക്കോളൂ. എന്താ ഇയാൾ അളവെടുക്കാൻ? സുഖം ഒരു 32. അത്രയ്ക്കൊന്നും കേട്ടോ. എന്താണ് ചക്ക നീ? നിന്നെ ഞാൻ കൊല്ലും. മുട്ടേന്ന് തിരിഞ്ഞിട്ടില്ല. അതിനു മുന്നേ പോയ നീ. എന്താണ് നിങ്ങളെന്താണ് കളിക്കുന്നത്? നിങ്ങളെന്താണ് കാണിക്കുന്നക്ക? ഇതൊന്ന് പൊലിപ്പിച്ച് പിടി. എന്താണ് ഇതെന്താണ്? വലിയ നാടക നടികളെ വന്നിട്ട് അളവെടുക്കുക. നിങ്ങളൊന്ന് മാറിക്കോട്ടെ. നിങ്ങൾ വേണേ ശശേറിനെ പോയി പിടിച്ചോളി. അല്ല പിന്നെ ജൂലി കല്യാണം കഴിച്ചാണോ? ഇല്ല. അതെന്താ കല്യാണം കഴിക്കാത്തെ? എനിക്ക് പണത്തിലും സൗന്ദര്യത്തിലും വലിയ താല്പര്യമില്ല. നന്നായി സ്നേഹിക്കുന്ന ഒരാളാവണമെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ആന്ത്രോസിനെ കെട്ടിക്കൂടെ? സ്നേഹിക്കാൻ നല്ലോണം അറിയാം. നമ്മുടെ ആന്ത്രോസേട്ടൻ പൊളിയല്ലേ? എനിക്കായി അവതരിച്ച പെണ്ണ്. അപ്പൊ ചേട്ടാ കല്യാണം കഴിച്ചില്ല? അത് ഇല്ല. എനിക്ക് കള്ളം പറയാനൊന്നും അറിയില്ല. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. മുൻപ് 2 പേരെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. കെട്ടാൻ നോക്കുമ്പോഴാ അവരുടെ തനി നിറഞ്ഞ് ഞാൻ അറിയുന്നത്. എന്ത് തനി നിറ അറിഞ്ഞത്? അത് 2 പേരും മുമ്പ് മറ്റാരൊക്കെ ആയിട്ട് പ്രേമമായിട്ട് 2-3 പെറ്റതാണ്. ജോലിക്ക് സമ്മതാണെങ്കിൽ ആന്ത്രോസേട്ട കെട്ടാൻ തയ്യാറാണ്.
ഞാനൊരു നാടക നടിയാ. ഇവിടെ പുതുതായി താമസത്തിന് വന്നതാ. നിങ്ങളൊന്നും എനിക്ക് പരിചയമില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പിന്നെ ജൂലി മുമ്പേ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ? ഈ കാരണം കൊണ്ടേ ചേട്ടന് 2 കല്യാണം മുടങ്ങിയതാ. ഈ ബ്ലൗസ് എനിക്ക് ചേട്ടൻ തന്നെ തയ്ച്ചു തന്നാ മതി. ഞാൻ നാളെ വരാം. ഓ ആയിക്കോട്ടെ. ഓ ഇഷ്ടായില്ലേ നമ്മുടെ ആന്ത്രോസ് ചേട്ടനെ? ആന്ത്രോസ് ചേട്ടാ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളൂ. ചേച്ചി പരിശുദ്ധ തന്നെയാണ്. ഇക്ക, നിങ്ങൾ എന്തിട്ടാണ് കളിക്കുന്നത്? ചെറിയ മക്കളെ പോലെ. നിങ്ങൾ അതും ഇറക്കി അവിടെ കുത്തിരുന്നോളി. നിനക്ക് വേറെ പണിയില്ലേ? ഇക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെന്നേ. മോനെ ഈറ്റാ ചില കുടുക്ക് കഴിക്കുമ്പോ നമുക്ക് ബുദ്ധി ഉണ്ടാകുക, വിവരം വെക്കുക. എനക്കതില്ലാലോ. അത് ശരിയാ. അല്ലോ ആമിനത്താറ്റല്ലേ വരുന്നേ എന്റെ മോനെ. ഓ ശശി ചൊറി ചൊറി. ഇന്നെന്തെങ്കിലൊക്കെ നടക്കും. എന്നാ ചുളിക്കുന്നത്? സുലൈമാനെ, നീ നമ്മളെ കുപ്പായം അടിച്ചിക്കണോ? എത്ര കാലായി എന്റെ കയ്യിൽ കുപ്പായം തന്നിട്ട്? നീ നമ്മളെ ബന്ധുക്കാരനല്ലേന്നു. എനിക്കൊരു 10 റുപ്യ കിട്ടിക്കോടെ വിചാരിച്ചിട്ട് എന്റെ കയ്യിൽ നമ്മൾ കുപ്പായം തന്നേക്കണേ. ആന്ത്രോസ് ആണെങ്കിൽ ഉണ്ടല്ലോ എന്നോ കുപ്പായം അടിച്ച് ഞമ്മക്ക് തരായിരുന്നു. എന്ന് മനസ്സിലായോ? ഞാൻ അടിച്ചിട്ടില്ലേ കുപ്പായത്തോ നിങ്ങൾ തന്നോളാം, ഞമ്മളെ അടുപ്പിച്ചോളാം. അതും എടുക്കട്ടോ. പിന്നല്ലാണ്ട് നിങ്ങളിങ്ങനെ ആന്ത്രോസിന്റെ ഷോപ്പിലേക്ക് നോക്കി ഇരുന്നോളി. അതൊക്കെ ഫുള്ള് സെറ്റപ്പാ. ഇവിടെ ഒരു കറണ്ട് ഉണ്ടോ? ഒരു ഫാൻ ഉണ്ടോ? ഒരു തേങ്ങെങ്കിലും ഉണ്ടോ? ഒരു തേങ്ങയുമില്ല. ഇക്ക എനിക്ക് വേറെ പീടിയെ പണിയിട്ടാത്തോണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നത്. അല്ല മക്കളെ, ഈ കറണ്ട് അല്ലേ ഈ തൂങ്ങി കിടക്കുന്നത്? അത് അപ്പുറത്തെ ഷോപ്പിന്ന് വലിച്ചതല്ലേ? അപ്പുറത്തെ ഷോപ്പിന്ന് വലിച്ചാലും ഇപ്പുറത്തെ ഷോപ്പിന്ന് വലിച്ചാലും കറണ്ട് അല്ലേ? അതും അല്ല, പണ്ടൊക്കെ കറണ്ട് ഉണ്ടായിട്ടാണ് തുണി തുന്നുന്നതെന്ന്. എന്നാലും പക്കേ മോനെ, ഇനി പന്നീന്റെ കൂടി കൂടിയിട്ട് എന്നെ ചീത്ത പറയാൻ നിൽക്കുന്നത് മോശാട്ടോ. നിങ്ങളെ പ്രാക്ക് സുലൈമാനല്ല, പിശുക്ക് സുലൈമാനാ. ഞാൻ സ്കെയിലും എടുക്ക. എന്റെ ആന്ത്രോസേ, എനിക്കൊരു പേരിട്ടോ. പിന്നെ അവർക്ക് കൂലിയും കൂട്ടി കൊടുക്കണം. പിന്നെ ഈ ഫ്രോക്കിന്റെ മുമ്പ് കൂടെ ബൈക്കിലൊരു പോക്കല്ലേ. എന്തൊക്കെ? അപ്പോ പറഞ്ഞ കാര്യം മറക്കണ്ട, നാളെയാണ് കേട്ടോ. ഓളിതത്ര നേരായി ഓക്കീനാത്ര പറയേ. ആന്ത്രോസേട്ടന്റെ മുന്നിൽ പെട്ടാലേ ഏത് പെണ്ണിനും കുറച്ചൊക്കെ പറയാനുണ്ടാവും. അതങ്ങനെയാ. ഓന്റെ ആഗ്രഹം തീരുന്നവരെ പറയട്ടെ. ഓളെ കിനാവ് കാണാനുള്ള ഭാഗ്യം പോലും ഓന് കിട്ടില്ല. അതന്നെ. ഓളിറങ്ങി. അല്ല നമ്മളെ ലോലം പാച്ചല്ലേ പുകെല്ലാം പിടിച്ചിട്ട് ഓളെ പുറകെ തന്നെ. ഞാൻ ഓനെ വിളിക്കട്ടെ. എടാ ലോലം പാച്ചോ, ഇങ്ങ പേര് ഇങ്ങ പാടാ. ശശിയേട്ടാ, എന്താ കോള്? എടാ ബാച്ചു, നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. താങ്ക് യു. ഇന്നലെ പറഞ്ഞ കാര്യം നടക്കട്ടെ. ആ പ്രാക്ക് സുലൈമാന്റെ മുമ്പ് കൂടി പോയിക്കോളി. അയാൾക്ക് അറ്റാക്ക് വരട്ടെ.
ഇതെന്താ കാണുന്നേ? ഒരാളാ നോക്കി നിൽക്കുന്നത്. ഇക്ക ഞാൻ അപ്പളെ പറഞ്ഞതല്ലേ ആന്ത്രോസേട്ടൻ ആ പെണ്ണിനെ കൊണ്ടുപോകുന്നു. ഇക്കാന്റെ പ്രാക്കൊന്നും ഇവിടെ ഏൽക്കൂല. തരസം പറയുന്ന ഒന്നും ഇക്ക കാര്യാക്കണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഹലോ, ആ എവിടെ വരണം? ആ മറ്റേ പറഞ്ഞ കാര്യം നടക്കുമല്ലോ. ആ കുഴപ്പമില്ല. അങ്ങനെയല്ലോ ആന്ത്രോസൈഡനും ജൂലിയും തമ്മിലുള്ള കല്യാണം ഉടനുണ്ടാവും. സമയമുണ്ടെങ്കിൽ പ്രാക്കിക്ക സുലൈമാൻക വന്ന് അനുഗ്രഹിക്കണം. കല്യാണക്കത്ത് തരാൻ ഞങ്ങളും അന്ത്രോസേട്ടനും കൂടി പിന്നെ വരുന്നുണ്ട്. കടയിൽ കണ്ടവാൻ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ. അതൊന്നും ഇവിടെ പറ്റത്തില്ല. ഓർഡറോ അതൊക്കെ ചെലവ് കഴിഞ്ഞിട്ട് അല്ലടാ കോമളാ. കോഴിപ്പോള് എന്നാണ് ഞാൻ ജൂലിയുടെ കഴുത്തിൽ മിന്നേട്ടേണ്ടത്? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആന്ത്രോസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ലോനം പാച്ച നല്ലോനാ, ഓനെ കല്യാണം കഴിക്കണം. ആന്ത്രൂസിനെ കല്യാണം കഴിച്ച് നീ ഒരു കുടുക്കിച്ചെന്ന് ചാടരുത്. ഞാനും പാച്ചുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചു. ആന്ത്രോസ് ഒന്നും വിചാരിക്കരുത്. എൻ്റെ വണ്ടിയായിട്ട് പാച്ചു ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്കിങ്ങോട്ട് വരാൻ വേറൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആന്ത്രോസിൻ്റെ വണ്ടിയിൽ വന്നത്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു നാടക നടിയല്ലേ. പൊന്നു മോനെ, ഒപ്പിച്ച് കളഞ്ഞല്ലോ. ഓളെ വണ്ടി കൊണ്ടുപോയത് ആന്ത്രോസിന്റെ ഒരു ആഗ്രഹം മാത്രം. ഓൾ ഏതായാലും നിനക്കുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ വണ്ടിയായിട്ട് പാറമടയ്ക്ക് പോകും. എന്നാലും നിങ്ങളെ പ്രാക്കേറ്റല്ലോ സുലൈമാനിക്ക. നാലെന്റെ ശശി ഇങ്ങനെ രസിച്ച മോനെ. എല്ലാം പോയി, നമ്മുടെ ശമ്പളം പോയി.